എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റവുമായാണ് വന്നത്. നേന്ത്രപ്പഴം വെച്ചാണ് ഇത് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റാണ്. സദ്യക്കൊക്കെ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കില്ലേ, അതേ രീതിയിലാണ് ഉണ്ടാക്കിയത്. പഴം വെച്ച് നിങ്ങൾ ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഇനി ഞാൻ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തത്. അധികം വലുപ്പമൊന്നുമില്ലാത്ത നേന്ത്രപ്പഴം 3 എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് മുറിച്ചിട്ടെടുക്കണം. ഇതേ രീതിയിലാണ് ഞാൻ മുറിച്ചിടുന്നത്. ഓരോ പഴവും ഇങ്ങനെ നടുവും മുറിച്ചിട്ട് 4 കഷ്ണമാക്കിയിട്ടാണ് മുറിച്ചിട്ടത്. പഴവും നിങ്ങൾക്കിഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും മുറിച്ചിടട്ടോ. എനിക്ക് ഇതേപോലെ മുറിച്ചിട്ടതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇതേ രീതിയിൽ മുറിച്ചിട്ടെന്ന് മാത്രം. ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഈ മുറിച്ചിട്ട പഴമെല്ലാം ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പഴം ആയതുകൊണ്ട് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഞാൻ അടുപ്പത്തേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേകുമ്പോഴേക്ക് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കുക. അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങയിലേക്ക് 3 പച്ചമുളകും 5 ചെറിയുള്ളിയും 1 തണ്ട് കറിവേപ്പില 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അരയ്ക്കുമ്പോഴേക്ക് നമ്മുടെ പഴമൊക്കെ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കറിക്ക് എത്ര തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. ഞാനിതിപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വെള്ളമൊന്നും അധികം ചേർത്തിട്ടില്ല. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചീകി വെച്ച ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് തിളയ്ക്കാനായി വെക്കുന്നുണ്ട്. കറി ഒന്ന് നമുക്ക് ഈ സമയത്ത് ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഇതിനിപ്പോൾ എല്ലാം ആവശ്യത്തിനുണ്ട്. ഉപ്പ് എരിവൊക്കെ പാകത്തിനാണുള്ളത്. ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ലോണം പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ മോരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കട്ടിയുള്ള മോര് 1.5 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. തിള വരണ്ട, അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇതിപ്പം പാകമായിട്ടുണ്ട്. ഇനി ഞാനിതിന് വേണ്ട വറവ് റെഡിയാക്കുകയാണ്. അതിനൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും വെളിച്ചെണ്ണയാണ് നാടൻ കറിക്ക് നല്ലത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ചെറിയുള്ളിയൊക്കെ നല്ലോണം ചുവന്ന് വരുമ്പോഴാണ് ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുത്തത്. വറ്റൽമുളക് ആദ്യം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 നുള്ള് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പൊടിച്ച ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മൂപ്പിച്ച ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കറി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ വറവൊക്കെ കറിയുടെ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് സമയം ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.